ഡിഗ്രിയിൽ വളരുന്ന ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷം നമ്മൾ മാംഗോ മെഡോസിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കഷ്ടപ്പാടായിരുന്നു അതൊന്ന് വളർന്നു കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ മരത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ മരത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? ബാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു 0 ഡിഗ്രിയിൽ വളരുന്ന ഒരു വൃക്ഷം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് കാട്ടുപൂവരശ് അല്ലെങ്കിൽ അലഞ്ചി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിക്കിമിൻ്റെ സംസ്ഥാന വൃക്ഷമാണ്, നേപ്പാളിൻ്റെ ദേശീയ പുഷ്പവുമാണ്. ഈ ഒരു മരം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലങ്കാര സസ്യമായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു വൃക്ഷമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ ശാഖകളൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ ഇലയൊക്കെ വന്നിട്ട് ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിലുണ്ടാവുന്ന പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറിൽ തിളക്കമുള്ള നല്ല ചുവപ്പ് കളറിലുള്ള പൂക്കളാണ്. അത് കൊലകൊലയായിട്ടാണ് ഉണ്ടായി വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കായ്കളും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, 0 ഡിഗ്രിയാണ്. ഏറ്റവും കൂടുതൽ തണുപ്പ് വേണ്ട ഒരു വൃക്ഷമാണ്. കാരണം പശ്ചിമഘട്ടങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. അപ്പം നമ്മളിവിടെ നമുക്ക് ഏത് ക്ലൈമറ്റിൽ വളരുന്ന വൃക്ഷങ്ങളും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 0 ഡിഗ്രിയിൽ വളരുന്ന ഈ ഒരു വൃക്ഷത്തെ, കാട്ടുപൂവരശ് അല്ലെങ്കിൽ അലഞ്ചി എന്ന് പറയുന്ന വൃക്ഷത്തെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു സിക്കിമിൻ്റെ സംസ്ഥാന വൃക്ഷമാണ്, അതേപോലെ തന്നെ നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണെന്ന്. സിക്കിം അല്ലാതെ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിൻ്റെയും കൂടെ സംസ്ഥാന വൃക്ഷമാണ് ഈ കാട്ടുപൂവരശ് അല്ലെങ്കിൽ അലഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് സംസ്ഥാനമാണെന്ന് അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക.